ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് ഇങ്ങ് പോയാലോ. കേവലം ഒരാഴ്ച കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇരച്ചു കയറിയൊരു കൊടുങ്കാറ്റാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മറ്റേ പരിപാടിയാണെന്നും പറഞ്ഞ് ഇതിൻ്റെ തീവ്രതയെ കുറയ്ക്കാൻ എനിക്ക് കഴിയില്ല. കാരണം അതൊരു ബന്ധമായിരുന്നു, ആഴത്തിൽ വേരുറച്ചതും എന്നാൽ ഓരോ നിമിഷവും പൊട്ടിപ്പോയേക്കാവുന്നതുമായ ഒരു നേർത്ത ബന്ധം. അപ്രതീക്ഷിതമായ ഒരാളെ കാണുന്നു, പരിചയപ്പെടുന്നു, ഒടുവിലത് ആത്മാക്കളുടെയും ശരീരത്തിൻ്റെയും ഒരു തീവ്രമായ കൂടിച്ചേരലായി മാറുന്നു. എൻ്റെ പ്രായത്തേക്കാൾ ഒരു 10-15 വയസ്സ് മൂത്ത സ്ത്രീയിൽ ഞാൻ കണ്ടത് കേവലം മറ്റേത് മാത്രമായിരുന്നില്ല. അതോ പ്രണയമായിരുന്നോ? ഒരു പക്ഷേ രണ്ടും കലർന്നൊരു മാദകമായ അനുഭവമാവാം. ആ വികാരം അവരിലേക്കും ആളിപ്പടർന്നു. അവരനുഭവിച്ചു കൊണ്ടിരുന്ന കൊടും ഒറ്റപ്പെടൽ, ദാഹിച്ചൊരു കരുതൽ, തീവ്രമായ ആ ദാരിദ്ര്യം, ഇതിനെല്ലാവരും ആശ്വാസം, ഒരു ദാഹം ശമിപ്പിക്കൽ അവരെന്നിൽ കണ്ടെത്തി. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. കൈവരിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കോരിയിടുന്നത്. എൻ്റെ പേര് വൈശാഖ്, 27 വയസ്സായി. ഞാൻ എറണാകുളത്തൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. രാവിലെ 9 മണിക്ക് കയറിയ വൈകിട്ട് 5:30-6 മണിയോടെ ഇറങ്ങാൻ സാധിക്കുന്നേ. അധികം തലവേദനയില്ലാത്ത ഒരു ജോലിക്ക് തിരിച്ചും എൻ്റെ ബൈക്കാണ് കൂട്ട്. എറണാകുളത്തിൻ്റെ തിരക്കിലൂടെ അതങ്ങനെ ചീരുപ്പായി. സാധാരണ ദിവസങ്ങളിലെ പോലെ അന്നും ജോലി കഴിഞ്ഞ് 5:30 ഞാൻ ഇറങ്ങി. 5:30 എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് റോഡിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്തത്ര തിരക്കാണ്. വണ്ടികൾ പരസ്പരം തൊട്ടുരുമിരുന്ന് നീങ്ങുന്ന കാഴ്ച. സാധാരണ ദിവസങ്ങളിലെ പോലെ അന്നും ജോലി കഴിഞ്ഞ് 5:30 ഞാൻ ഇറങ്ങി. 5:30 എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് റോഡിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്തത്ര തിരക്കാണ്. വണ്ടികൾ പരസ്പരം തൊട്ടുരുമി ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ച. സിഗ്നലിൽ പച്ച ലൈറ്റ് കണ്ടതും ഞാൻ ഒരു കണക്കിന് വണ്ടികൾക്കിടയിലൂടെ ഞെരുങ്ങി ജംഗ്ഷൻ കടക്കാൻ ശ്രമിച്ചു. എന്നാൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ ചുവപ്പ് ലൈറ്റ് മിന്നി. എൻ്റെ ശ്രമം പാതി വഴിയിലായി. ബൈക്ക് നേരെ ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഫ്രീ ലെഫ്റ്റ് എടുത്തു. പതിയെ മുന്നോട്ട് നീങ്ങി. കുറച്ച് മുന്നോട്ട് പോയതും റോഡിൻ്റെ ഓരം ചേർന്ന് നിർത്തിയിട്ടിരുന്ന ഒരു ചെറിയ ലോറിയുടെ മുന്നിൽ നിന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് എൻ്റെ ബൈക്കിന് കുറുകെ ചാടി. എന്തോ ഭാഗ്യത്തിന് വണ്ടി അവരെ മുട്ടിയില്ല. എങ്കിലും ഞാനും അവരും ഒരുപോലെ ഞെട്ടി വിറച്ചു പോയിരുന്നു. എനിക്കാണേ നല്ല ദേഷ്യം വന്നു. 2 വർത്താനം പറയണമെന്നോർത്ത് ഞാൻ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ചേച്ചിയുടെ മുഖം ഭയം കൊണ്ട് പിളറിയിരിക്കുന്നു. ആ നോട്ടത്തിൽ എൻ്റെ ദേഷ്യം അലിഞ്ഞില്ലാതായി. ഒരു നിമിഷം ആ മുഖത്തേക്ക് നോക്കി. ആ മുഖം എന്നെ എന്തോ ഒരു കാന്തിക ശക്തിയാൽ പിടിച്ചു നിർത്തിയ പോലെ. ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ചേച്ചി? മോനെ, ഞാൻ ഓട്ടോ വരുന്നത് കണ്ട് പെട്ടെന്ന് ഇറങ്ങിയതാ. കണ്ടില്ല മോനെ, ക്ഷമിക്കണം. പെട്ടെന്ന് കേട്ടാൽ ക്ഷമാപണം എൻ്റെ ദേഷ്യം കെടുത്തിക്കളഞ്ഞു. ആ സമയം കൊണ്ട് ആ ഓട്ടോറിക്ഷ കടന്നു പോയിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി എന്ന് ചോദിച്ച് ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു. ഒരു നിമിഷം മാത്രമാണ് ആ മുഖം കണ്ടതെങ്കിലും എൻ്റെ ഉള്ളിൽ എവിടെയോ ആ രൂപം ഒരു നേർത്ത ആവേശമായി, ഒരു കൗതുകമായി പതിഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാധാരണ ദിവസത്തെ പോലെ ആ ദിനം അങ്ങ് കടന്നുപോയി. അങ്ങനെ പിറ്റേന്നും ജോലി കഴിഞ്ഞ് ഞാൻ 5:30 ഇറങ്ങി. ഇപ്രാവശ്യം ഞാൻ സിഗ്നലിലെത്തുമ്പോൾ ചുവപ്പായിരുന്നു. അങ്ങനെ സിഗ്നൽ മാറാൻ കാത്തു നിൽക്കുമ്പോഴാണ് ഇന്നലെ എൻ്റെ വണ്ടിക്ക് മുന്നിൽപ്പെട്ട ചേച്ചിയെ ഞാൻ ഫുട്പാത്തിൽ കണ്ടത്. ഒരു നിമിഷം എൻ്റെ നെഞ്ചെടുപ്പ് കൂടി. വീണ്ടും അവരെ കാണാൻ കഴിഞ്ഞത് ഒരു യാദൃശ്ചികമായിരുന്നോ അതോ വിധിയുടെ കളിയോ? ആ ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കും ഒരു വീട്ടുപണിക്കോ മറ്റോ പോകുന്നൊരു സ്ത്രീയാണെന്ന്. ഒരു കളർ മങ്ങിയ ബ്ലൗസും വില കുറഞ്ഞ സാരിയും, കയ്യിൽ നിറം കെട്ട തുണിക്കടയുടെ കവറും, കാതിലോ കഴുത്തിലോ കയ്യിലോ ഒരു ആഭരണവും കണ്ടില്ല, ഒരു ചരട് പോലും ഇല്ല. എന്നാൽ അത്യാവശ്യം നല്ല നിറമുണ്ട്. പക്ഷേ വെയിൽ കൊണ്ട് കരുവാളിച്ചിരിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ ദാരിദ്ര്യം വിളിച്ചു വന്നൊരു രൂപം. എന്നിട്ടും ആ മുഖത്ത് എന്തൊരു വല്ലാത്ത ആകർഷണം എനിക്ക് തോന്നി. അവരുടെ കണ്ണുകളിൽ ഒരു തരം നിസ്സഹായതയും അതേസമയം ഒളിഞ്ഞു കിടക്കുന്നൊരു തീവ്രമായ മോഹവും ഞാൻ കണ്ടു. ഞാൻ ബൈക്ക് നേരെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഒരു തമാശ എന്ന പോലെ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും വണ്ടിക്ക് വട്ടം ചാടാൻ നിൽക്കുകയാണോ എന്ന്. ചേച്ചി ആദ്യം പെട്ടെന്നൊന്ന് ഞെട്ടി,
പിന്നീട് ഞാനാന്ന് മനസ്സിലായപ്പോൾ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, മോനായിരുന്നല്ലേ, ഞാൻ പേടിച്ചു പോയി. ഓട്ടോറിക്ഷ കാത്തു നിൽക്കുകയാണോ? അതേ മോനെ, ഇന്നലെ നിന്നെടുത്തുനിന്ന് ഒരു ഓട്ടോ പോലും കിട്ടിയില്ല, അതാ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് നിന്നത്. എങ്ങോട്ടാ പോകേണ്ടേ? പാലാരിവട്ടം. വീട്ടിലേക്കാണോ? അല്ല, അവിടെ ഒരു ഫ്ലാറ്റിൽ ചെറിയ പടിയുണ്ട്, 6:30 അവിടെ എത്തണം. അതാ മോനെ ഓട്ടം നോക്കി നിൽക്കുന്നത്. വീടെവിടെ, അടുത്താണോ? അല്ല, വീട് കാക്കനാടാ. ഇവിടെ ഒരു വീട്ടിൽ പ്രായമുള്ളൊരു അമ്മച്ചിയുണ്ട്. വീട്ടിലുള്ളവർ 5:30-6 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ ഓട്ടപ്പാച്ചിലാണല്ലേ? ജീവിക്കണ്ടേ മോനെ എന്നും പറഞ്ഞ് ആ ചേച്ചിയുടെ ചിരി ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് വേദനകളും ഒറ്റപ്പെടലും മറഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു നെടുവീർപ്പിൽ അവരുടെ ജീവിതഭാരം എനിക്ക് അനുഭവപ്പെട്ടു. മോൻ ജോലി കഴിഞ്ഞ് വരികയാണോ? അതെ, ഞാൻ തൊട്ടപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അല്ല ചേച്ചി, സമയം 6 കഴിഞ്ഞല്ലോ, ഇനി എപ്പോഴാണ് നിങ്ങളവിടെ എത്തുന്നത്? അതാ 10-15 മിനിറ്റായി ഞാൻ ഇവിടെ നിൽക്കുന്നു. വരുന്ന വണ്ടികളിലൊക്കെ ആളുണ്ട്. ചേച്ചിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ അവിടെ ആക്കി തരട്ടെ. എന്തായാലും ഞാൻ ആ വഴിയെ പോകുന്നേ. അയ്യോ വേണ്ട, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. മാത്രമല്ല ആരെങ്കിലും കണ്ടാൽ അത് മതി. പിന്നെ എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ആ വഴിയാണ് പോകുന്നത്. ചേച്ചി അവിടെ ഇറക്കുന്നത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. മോൻ്റെ വീട് എവിടെയാണോ? എനിക്ക് കുറച്ചുകൂടി പോകണം. ചേച്ചിക്ക് കുഴപ്പമില്ലെങ്കിൽ വരൂ, ഞാൻ അവിടെ ആക്കിത്തരാം. ചേച്ചി കുറച്ചേരം ആലോചിച്ച് നിന്നു. അവരുടെ കണ്ണുകളിൽ ഒരുതരം സംശയം കണ്ടു. ഒടുവിൽ ഒരു നിശ്വാസത്തോടെ ചേച്ചി വരാമെന്ന് സമ്മതിച്ചു. ഞാൻ അവരോട് സംസാരിക്കുന്നതും ഞാൻ ആക്കിത്തരാം എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു. ഒന്ന് സഹായിക്കണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും എവിടെയോ ആ സ്ത്രീയുടെ സാമീപ്യം എന്നിലൊരു തരം അജ്ഞാത വികാരങ്ങൾ ഉണർത്തുന്നുണ്ടായിരുന്നു. ഇത്തിരി പാടുപെട്ടിട്ടാണ് ചേച്ചി എൻ്റെ ബൈക്കിലിരുന്നത്. അവരുടെ ശരീരം എൻ്റെതിനോട് ചേർന്നപ്പോൾ ഒരു നേർത്ത ചൂട് എന്നിലൂടെ കടന്നുപോയി. ആ നിമിഷം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ പാറിപ്പറന്നു. യാത്ര മുന്നോട്ട് നീങ്ങവേ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. വളരെ മാന്യമായ സംസാരം, നല്ല വ്യത്യാസവും അറിവുള്ളവർ സംസാരിക്കുന്ന പോലുള്ള സംസാരം. ചേച്ചി എൻ്റെ വീട്ടുവിശേഷങ്ങൾ ആരാഞ്ഞു. എൻ്റെ പഠിപ്പിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും സ്നേഹത്തോടെ ചോദിച്ചറിഞ്ഞു. ഞാനും തിരിച്ചോരോന്നൊക്കെ തിരക്കി. മുഖത്ത് നോക്കാതെയുള്ള സംഭാഷണം അവരൊരു പ്രായമുള്ള സ്ത്രീയാണെന്ന് തോന്നൽ തെല്ലുമുണ്ടാക്കിയില്ല. അത് വളരെ സുഖകരമായൊരു അനുഭവമായിരുന്നു. ഒരു മുന്നേ പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെയായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ മെല്ലെ ചോദിച്ചു, അല്ലേ ചേച്ചി, ഇതിനൊക്കെ പോയാൽ ചിലവിനുള്ള ക്യാഷൊക്കെ കിട്ടുമോ? ചേച്ചിക്ക് ഓഫീസിൽ പ്യൂൺ പോലുള്ള ജോലി നോക്കിക്കൂടെ? ഞങ്ങളുടെ ഓഫീസിൽ ഒക്കെ കുറച്ച് നേരത്തെ പണിയൊക്കെ ഉള്ളൂ. അങ്ങനെ 3-4 ഓഫീസിൽ കിട്ടിയാൽ കുഴപ്പമില്ലാത്ത ശമ്പളം കിട്ടൂലേ? ചേച്ചി ഒരു നിമിഷം മൗനം പൂണ്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഈ ജോലി ചെയ്യുന്നൊന്നുമില്ല മോനെ, എന്ത് ചെയ്യും, കിട്ടിയാൽ പോകും. ശമ്പളം കുറവായിരിക്കുമല്ലോ. ഞാൻ ചിന്തിച്ചു. ഞാൻ നോക്കട്ടെ ചേച്ചി, നല്ലതൊന്ന് വന്നാൽ പറയാം. ഒന്ന് നോക്കിയിട്ട് പറയേ, അവർ പറഞ്ഞു. ചെറിയൊരു യാത്രയായിരുന്നെങ്കിലും ഒരടുപ്പം തോന്നി എനിക്ക്. ഒരു പ്രായ വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിലെത്തി. ചേച്ചി ബൈക്കിൽ നിന്നിറങ്ങി എൻ്റെ മുന്നിൽ വന്ന് നിന്നു. അപ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിയത്. എൻ്റെ വണ്ടിയിൽ കയറും മുമ്പുള്ള മുഖം ആയിരുന്നില്ലത്. യാത്രയുടെ തുടക്കത്തിൽ കണ്ട ആ ചിന്താഭാരവും പിരിമുറുക്കവും നിറഞ്ഞ മുഖം മാറിയിരുന്നു. പകരം സന്തോഷം തുളുമ്പുന്ന പ്രസന്നമായൊരു മുഖഭാവം. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അമ്പോ ചേച്ചി ചിരിക്കുമോ? അവരുടെ മുഖത്ത് നേരിയൊരു അമ്പരപ്പ്. അതെന്താ അങ്ങനെ ചോദിച്ചേ? ചേച്ചിയുടെ മുഖത്തൊരു വെട്ടം വെച്ച പോലെ. ഞാൻ പറഞ്ഞു, ശരിക്കും. നിഷ്കളമായ ഒരു ചിരിയോടെ അവർ ചോദിച്ചു. ആ ചിരിക്കൊരു പ്രത്യേക ചന്തം ഉണ്ടായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒന്ന്. എപ്പോഴും ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ നടന്നൂടെ? ഞാൻ ചോദിച്ചു. അങ്ങനെ നടക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അവരുടെ വാക്കുകളിൽ ഒരു നേർത്ത നൊമ്പരം. അതുപോട്ടെ, ചേച്ചിയുടെ പേരെന്താ? ഞാൻ ചോദിച്ചു. വീട്ടുവിശേഷം എല്ലാം പറഞ്ഞിട്ടും എപ്പോഴാണോ പേര് ചോദിക്കുന്നത്? ശാലിനി, അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വൈശാഖ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൈ നീട്ടി, സൗഹൃദത്തിൻ്റെ കരം ഗ്രഹിക്കാൻ. ചേച്ചിക്ക് ചെറിയൊരു മടി തോന്നി. തരുമോ ഇല്ലയോ എന്ന മട്ടിൽ അവർ കൈ നീട്ടി. ഇതിനൊക്കെ എന്തിനാ മടി കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ആ കൈ ചേർത്ത് പിടിച്ച് ഉറച്ചൊരു ഷേക്ക് നൽകി. യാത്രയും പറഞ്ഞ് ചേച്ചി അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു നീങ്ങി. ഞാനും പതിയെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ എന്തോ ഉള്ളിലൊരു ശൂന്യത.
പെട്ടെന്നൊരു മിസ്സിങ്. സംസാരിച്ച് മതിയാവാത്തതുപോലെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്പർ വാങ്ങണമായിരുന്നോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അതൊക്കെ ചേച്ചി എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. പക്ഷേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ എൻ്റെ ഉള്ളിൽ മറ്റൊന്നുമല്ല, പക്ഷേ മറ്റെന്തൊക്കെയോ വികാരങ്ങളായിരുന്നു. ഞാനൊരു നല്ല പയ്യനൊന്നുമല്ല. അത്യാവശ്യം സ്ത്രീ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ്. ഇത് അതുപോലൊരു വികാരമായിരുന്നു. ഇനി കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ വെറുതെ ഒന്ന് ഓർത്തു. വണ്ടിയുടെ മുന്നിൽ ചാടിയതും അടുത്ത ദിവസം വണ്ടി കിട്ടാതെ ഞാൻ പോകുന്ന വഴി വെച്ച് കണ്ടതും സംസാരിച്ചതുമല്ല, എന്തോ പിരി നിശ്ചയിച്ചതുപോലെ. അധികമൊന്നും ആലോചിച്ചില്ല. വണ്ടി നേരെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു. സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു, ചേട്ടാ ഇപ്പം അകത്തേക്ക് പോയാൽ ചേച്ചിയെ കാണാൻ വന്നതാ. സെക്യൂരിറ്റിക്കൊരു സംശയം, ഏത് ചേച്ചി? എനിക്ക് ഏത് അപ്പാർട്ട്മെൻറ്റാണെന്ന് അറിയില്ല. ക്ലീനിങ്ങിനായി വന്നതാ. ശാലിനി എന്ന പേര്. 6B വേണു സാറിൻ്റെ ഫ്ലാറ്റ്. വെയിറ്റ് ചെയ്യും. ശാലിനിയുടെ ആരാ? എന്ത് പറയണമെന്ന് ആലോചിച്ച് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഞാൻ പറഞ്ഞു. ഒരു ജോലിയുടെ കാര്യം പറയാൻ വന്നതാ. നമ്പർ എൻ്റെ കയ്യിലില്ല. അങ്ങനെ ചേട്ടൻ സെക്യൂരിറ്റി ക്യാബിനിൽ ചെന്ന് ലാൻഡ് ഫോണെടുത്ത് ആരോടോ സംസാരിക്കുന്നത് കണ്ടു. എന്നിട്ട് വന്ന് എന്നോട് ഇപ്പം വരുമെന്നും കാത്തിരിക്കാനും പറഞ്ഞു. എനിക്കാണെങ്കിൽ നല്ലപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് പറയും, എന്ത് ചോദിക്കും എന്നൊക്കെ ഓർത്ത് എൻ്റെ ഹൃദയം തുടിച്ചു. കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ ചേച്ചി ദാ നടന്നു വരുന്നു. വേഗതയിലുള്ള നടത്തം. ഞാൻ എന്തിനാ വന്നതെന്ന ആകാംക്ഷ ആ നടത്തത്തിലും മുഖത്തും വ്യക്തമായിരുന്നു. സെക്യൂരിറ്റി കേൾക്കരുതല്ലോ എന്നോർത്ത് ഞാൻ പതിയെ മാറി നിന്നു. ചേച്ചീൻ്റെ അടുത്ത് വന്ന് കഴുത്തിലും എന്താ പറയുക നല്ലവണ്ണം വിയർത്തുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ സാരിയുടെ തുമ്പ് കൊണ്ട് തുടച്ച് എന്നോട് ചോദിച്ചു, എന്താ മോനെ എന്തോ പറ്റി? ഞാൻ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, അത് ചേച്ചി ആ ജോലിയുടെ കാര്യം പറയാൻ. ഏത് ജോലി? ഓഫീസിലെ ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ? നല്ലതൊന്നും വന്നാൽ എങ്ങനെ പറയും? എൻ്റെ ചോരത്തിലെ നിഷ്കളങ്കത കൊണ്ടാണോ എന്നറിയില്ല, അവരുടെ മുഖത്ത് ഒരു നേർത്ത ചിരി വിരിഞ്ഞു. അക്കമഴിഞ്ഞ സ്നേഹത്തോടെ എന്നെ നോക്കി ഇരു കൈകളും എടുപ്പിക്കുത്തി അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതിനാണോ നീ തിരിച്ചു വന്നേ? അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഔപചാരികതകളും മറഞ്ഞു പോയിരുന്നു. നീ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ എവിടെ നിന്നോ ഒരു സന്തോഷത്തിൻ്റെ അല കടന്നു വന്നു. അപ്പോഴാണ് ഞാൻ ചേച്ചിയെ ശരിക്കും ശ്രദ്ധിച്ചത്. ജീവിതത്തിൻ്റെ കാതുകളിൽ ലയിച്ചു പോകുന്നൊരു സുന്ദരി അവരിൽ നിഗൂഢമായി മറിഞ്ഞിരിക്കുന്നുണ്ട്. ആ അത്ര ടയേർഡിലും പാതി തെളിഞ്ഞ വസ്ത്രത്തിലും ആ സൗന്ദര്യത്തിൻ്റെ നേർത്ത ഞരമ്പുകൾ മിന്നിമറിഞ്ഞു. അവരുടെ കണ്ണുകളിൽ ഒരു തരം ആകർഷണീയത എൻ്റെ ഉള്ളിനെ കോരിത്തരിപ്പിക്കുന്നുണ്ട്. ഞാനൊരു വെളിച്ച ചിരിയിൽ മറുപടി ഒതുക്കി. എന്നിട്ട് നയത്തിൽ വിഷയം മാറ്റി. അങ്ങോട്ട് പോയിട്ടൊരു 10 മിനിറ്റല്ലേ ആയുള്ളൂ. അതിനു മുന്നേ ഇത്രയൊന്ന് ഇതാവാൻ എന്ത് പണിയായിരുന്നു? ചേച്ചി ഒരു ദീർഘശ്വാസം എടുത്തു. അങ്ങനെ ആരും ഇവിടെ എന്നെ വന്ന് ചോദിക്കാറില്ല. ഇനി അങ്ങനെ വന്നാൽ അതെൻ്റെ കെട്ടിയവനായിരിക്കും. അയാളാണെങ്കിലോ എന്നോർത്ത് പേടിച്ചാണ് വന്നത്. അപ്പോഴേ ഞാൻ എന്നെ കണ്ടു. നീ എന്തിനാ വന്നേന്നോർത്ത് അടുത്ത ടെൻഷനായി. ഇതിന് മാത്രം ടെൻഷൻ എന്തിനാ? ഞാൻ ചോദിച്ചു, ഉള്ളിൽ അവരുടെ ഭയത്തിന് പിന്നിലെ കഥകൾ കേൾക്കാൻ ഒന്ന് കൊതിച്ചുകൊണ്ട്. എൻ്റെ ജീവിതം അങ്ങനെയൊക്കെയാടാ. എന്തെങ്കിലും സന്തോഷം വന്നാൽ അപ്പം തന്നെ അതിൻ്റെ ഇരട്ടി വേദന അനുഭവിക്കാനുള്ളത് എവിടെ നിന്നെങ്കിലും വരും. അവരുടെ വാക്കുകളിൽ നിസ്സഹായതയുടെ ഒരു നിഴൽ. ഞാൻ മറുപടി പറയാതെ ചിരിച്ചുകൊണ്ട് നിന്നു. അവരുടെ നെറ്റിത്തടത്തിലെ അതൊക്കെ നോക്കി. അല്ല, നീ ശരിക്കും എന്തിനാ വന്നേ? അവർ വീണ്ടും ചോദിച്ചു ഒരുതരം കുസൃതിയോടെ. അല്ല, നമ്മളിനി കാണുമെന്നറിയില്ലല്ലോ. അറിയാതെ എൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ വീണുപോയി. നമ്മളതിനെനി കാണുന്നേ? എൻ്റെ മട്ടിൽ അവർ എന്നെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരുതരം വെല്ലുവിളി ഉണ്ടായിരുന്നു, ഒപ്പം ക്ഷണവും ഉണ്ടായിരുന്നുവോ. എൻ്റെ ഉള്ളിൽ ഒരു നേർത്ത സാധനം തലപൊക്കി. അല്ല, ജോലി എന്തെങ്കിലും വന്നാൽ എനിക്ക് പറയണ്ടേ? ചേച്ചി മൊബൈൽ നമ്പർ തരൂ, ഞാൻ നല്ലതൊന്നും വന്നാൽ പറയാം. ഞാൻ എൻ്റെ ആഗ്രഹം മറച്ചു വെച്ചില്ല. ചേച്ചി എന്നെ ഒന്ന് നോക്കി. ആ കണ്ണുകളിൽ നിഗൂഢമായൊരർത്ഥം. എന്നിട്ട് അരയിൽ തിരികെ വെച്ച ഫോണെടുത്ത് എൻ്റെ നേരെ നീട്ടി. നിൻ്റെ പേരടിച്ച് നമ്പർ സേവ് ആക്കൂ, എനിക്കിതിൽ ടൈപ്പ് ചെയ്യാൻ പാടാ. അവരുടെ വാക്കുകളിൽ ചെറിയൊരു പരിഭവം. ചിലപ്പോൾ എനിക്ക് നമ്പർ തരാൻ മടിയുള്ളത് കൊണ്ടായിരിക്കും എൻ്റെ നമ്പർ ചോദിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും നമ്പർ കൊടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടാന്നോർത്ത് ഞാൻ ഫോൺ വാങ്ങി. ഒരു സാംസങ് കീപാഡ് ഫോണായിരുന്നു അത്. അരയിൽ അലിഞ്ഞു ചേർന്ന ഫോണായത് കൊണ്ടാവാം. വിയർപ്പിൻ്റെയൊക്കെ ഒരു നനവ്, ഒരു തരം സുഖകരമായ ചൂട്.
ആ ചൂട് എൻ്റെ വിരൽത്തുമ്പിലൂടെ എന്നിലേക്ക് ഇങ്ങനെ പടർന്നു. ഞാൻ ജീൻസിലെ ഫോൺ മൃദുവായിട്ടൊന്ന് തുടച്ച് എൻ്റെ നമ്പർ അതിൽ ചേർത്ത ശേഷം തിരികെ നൽകി. എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയിട്ടും മനസ്സിലെന്തോ ഒരുതരം അസ്വസ്ഥത കൂടുകെട്ടിയിരുന്നു. തിരികെ അവിടെ ചെന്നത് മോശമായി പോയോ? നമ്പർ ചോദിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? ആ ചിന്തകൾ മനസ്സിലൊരു നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ആസകലം ഒരുതരം പ്രലോഭനം അലതല്ലി. ഇനി വിളിക്കണമെങ്കിൽ അവരെ വിളിക്കട്ടെ എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. വഴിയിൽ വെച്ച് കണ്ടാൽ പോലും ഞാനായി സംസാരിക്കില്ലെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിജ്ഞയെടുത്തു. പക്ഷേ ആ നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ നിന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് മൊബൈലിൽ ഏറെ നേരം സമയം ചിലവഴിച്ചതിന് ശേഷം പതിവിലും നേരത്തെ ഞാൻ ഉറങ്ങാൻ കിടന്നു. സാധാരണയായി അർദ്ധരാത്രിയോ അതിലേറെയോ ആകുമ്പോഴാണ് ഉറങ്ങാറുള്ളതെങ്കിൽ ഇന്ന് 10:30 തന്നെ കിടക്കയിലെത്തി. ഉറക്കത്തിന് മുമ്പ് പ്രത്യേകിച്ച് മനസ്വസ്ഥമാകുമ്പോൾ സ്വയം പരിപാടി പതിവാണ്. അതൊരാശ്വാസം കൂടിയാണ്. വിപ്പിനൊക്കെ ഓൺ ചെയ്ത് അതിലൊക്കെ ഒന്ന് കയറി മല്ലുവും ഇന്ത്യനും ഹോം മെയ്ഡും എന്നെല്ലാം തിരഞ്ഞു. എൻ്റെ ഇഷ്ടം നാടനായിരുന്നു. പക്ഷേ ഇന്നൊരു പ്രത്യേക രൂപം എൻ്റെ മനസ്സിൽ നിഴൽ തങ്ങി നിന്നു. ആ രൂപത്തെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നത്. ഞാൻ ഞെട്ടി ഫോണെടുത്തു. ഹലോ. ഫോണിൻ്റെ അങ്ങേ തലക്കിൽ നിന്നൊരു സ്ത്രീ. ഹലോ, വൈശാഖല്ലേ? ഞാൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ നെഞ്ചിൽ ഹൃദയം ഒരു അകപ്പെട്ട് ഒരു കപ്പൽ പോലെ ശക്തിയായിട്ടിങ്ങനെ ഇടിച്ചു. ഈ സമയത്ത് ഒരു കാൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചേച്ചിക്ക് ഈ രാത്രി ഫോൺ വിളിക്കാനൊക്കെ ഉണ്ടാകുമോ എന്നെൻ്റെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. ചുണ്ടുകൾ വരണ്ടു. ഞാൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, ശാലിനി ചേച്ചിയാണോ? അതെ. ഉറങ്ങിയോ? അവരുടെ ശബ്ദത്തിൽ നേരിയൊരു കുസൃതി ഒളിഞ്ഞിരിപ്പുണ്ടോ? ഇല്ല, ഉറങ്ങാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പറഞ്ഞു. ഫോൺ നോക്കി കിടപ്പായിരിക്കും അല്ലേ? അവരുടെ ചോദ്യത്തിൽ ഒരു ചിരിയുടെ നിഴൽ. അതെ, അങ്ങനെ കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോവും. ഞാൻ സ്വയം ന്യായീകരിച്ചു. ഇവിടെ ഒരാളുണ്ട്. ആൾ മോനെക്കുറിച്ച് പറയുക. കിടക്കുന്നതിന് മുമ്പ് ഫോൺ നോക്കാതെ ഉറങ്ങാൻ പറ്റില്ല. എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ വഴക്കാം. അവർ ചിരിച്ചു. അല്ല, എന്താ വിളിച്ചേ? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. നീ ഇന്ന് എൻ്റെ നമ്പർ വാങ്ങാൻ വന്നിട്ട് വാങ്ങിയില്ലല്ലോ. ശരിയാണല്ലോ, ഞാനെൻ്റെ നമ്പർ കൊടുക്കുകയല്ലാതെ അവരുടെ നമ്പർ വാങ്ങിയിരുന്നില്ല. ഞാൻ രണ്ടാമത് വന്നത് കൊണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് ഇപ്പോൾ എന്നെ വിളിക്കാൻ പറ്റിയത്. ഞാനൊരു ചിരിയോടെ പറഞ്ഞു. എത്ര പെട്ടെന്ന് വിളിക്കേണ്ടി വരും എന്ന് ഓർത്തില്ല. അവരുടെ വാക്കുകളിൽ ചെറിയൊരു നിസ്സഹായത. എന്തു പറ്റി? ഞാൻ അന്വേഷിച്ചു. മോനെ, ഞാൻ പറഞ്ഞില്ലേ നിൻ്റെ ഓഫീസിനടുത്തുള്ളൊരു പ്രായമായ അമ്മച്ചിയെ നോക്കുന്ന കാര്യം? അതേ, പറഞ്ഞു. ആ അമ്മച്ചിയെ അടുത്ത മാസം കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയാണത്രേ, അവരുടെ ഇളയ മകൻ്റെ വീട്ടിലേക്ക്. അയ്യോ, അപ്പോൾ ആ ജോലി പോവുമല്ലോ. പാവം അമ്മയായിരുന്നു. നല്ല വീട്ടുകാരും. ശമ്പളം കൂടാതെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലായിരുന്നു അവർ. അപ്പം നീ എന്ത് ചെയ്യും? ഓൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടാവോ? ഓഫീസിലൊക്കെ ക്ലീനിങ് ആളുകൾക്ക് വേണ്ടി വരുമോ? ഞാനൊരു കൗതുകത്തിൻ്റെ പുറത്താണ്. ജോലി ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞത്. സത്യത്തിൽ അങ്ങനത്തെ ഒരു സാധ്യതയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ആ, നോക്കാം ചേച്ചി. ഈ അടുത്ത മാസമാണല്ലോ ആൾ പോകുന്നത്. അങ്ങനെ അവർ പറഞ്ഞത്. അതിനു മുന്നേ വേറെ ജോലി സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കാം. നാളെ ജോലിക്ക് പോകണ്ടേ? പോകണം. ചേച്ചി എപ്പോഴാണ് പോണേ? 10 മണിയാകുമ്പോൾ എത്തുന്ന പോലെ. എനിക്ക് 9:30 എത്തണം. അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് തരായിരുന്നു. ഇത് തന്നെയാണോ പണി മോനി? അവർ ചിരിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സഹായം ചെയ്യാമെന്ന് ഓർത്തപ്പോൾ അതിനും കുറ്റുമോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അവർ ചിരിയടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഇനി ചോദിക്കില്ല, ഞാൻ കള്ള ഗൗരവത്തിൽ പറഞ്ഞു. അയ്യേ, വഴക്കിട്ടോ? അവർ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. ഭർത്താവില്ലേ? എൻ്റെ ചോദ്യം അവരുടെ ചിരിക്ക് മങ്ങലേൽപ്പിച്ചു. 8 മണിയായപ്പോൾ വണ്ടി ഓട്ടമുണ്ടെന്നും പറഞ്ഞ് ആരോ വിളിച്ചു. ഇനി നാളെ രാത്രി നോക്കിയാൽ മതി. അവരുടെ ശബ്ദത്തിൽ ഒരു നിരാശ കലർന്നിരുന്നു. ഡ്രൈവറാണോ? അങ്ങനൊന്നുമല്ല, ഏതെങ്കിലും വന്നാൽ പോകും. കിട്ടുന്ന കാശൊന്നും കുടുംബത്തിലേക്ക് വരില്ല. അങ്ങനെ ഞങ്ങളൊരു 15-20 മിനിറ്റ് സംസാരിച്ചു. കുറേ ചിരിച്ചു, കുറച്ച് സങ്കടങ്ങൾ പങ്കുവച്ചു. എന്തോ കുറേ വർഷം പരിചയമുള്ള ഒരാളോട് സംസാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു. എനിക്കും അങ്ങനൊരു തോന്നൽ. ഒരു പരിചയമില്ലാത്ത ആളെപ്പോലെ തോന്നുന്നില്ല. ഞാനിങ്ങനെ ആരോടും പെട്ടെന്ന് അടുക്കാറില്ല. എൻ്റെ മോനേക്കാളും 1-2 വയസ്സ് മൂത്തതാവുമല്ലേ.
ആ ചോദ്യം എൻ്റെ ഉള്ളിലൊരു നേരിയ അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങനെയാണ് എന്നെ കാണുന്നത് എന്നൊരു ചിന്ത മനസ്സിൽ കടന്നുപോയി. മോൻ എത്ര വയസ്സായി? ഞാൻ ചോദിച്ചു. ഈ ഡിസംബർ വരുമ്പോൾ 23. എനിക്ക് 22 കഴിഞ്ഞു. അത്രയും വലുതാണോ? കണ്ടാലൊരു 24 25ഒക്കെ പറയൂ. ചേച്ചിക്ക് എത്രയാ വയസ്സ്? കണ്ടാൽ ഇത്രയും പ്രായമുള്ളൊരു മകനുണ്ടെന്നൊന്നും പറയില്ല. ഞാൻ അവരുടെ മറുപടിക്ക് കാതോർത്തു. 44 അയ്യോ, കണ്ടാലൊരു 40 താഴെ പറയൂ. അപ്പോൾ എപ്പോഴാണ് കെട്ടിയത്? ഞാൻ ശരിയോട് ചോദിച്ചു. 19 കെട്ടി, 21 അവൻ വന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചോ? എൻ്റെ ചോദ്യത്തിൽ നേരിയൊരു കൗതുകം. ഇവൻ വന്നപ്പോൾ മുതലാണ് അയാൾക്ക് കുടി കൂടിയത്. പിന്നെ എപ്പോഴും വഴക്കായിരുന്നു. ഇതിൻ്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞിനെയും കൂടി കൊണ്ടുവരേണ്ടെന്ന് വെച്ചു. അവരുടെ ശബ്ദത്തിൽ ഒരു വേദന കലർന്നിരുന്നു. അത്രയ്ക്ക് പ്രശ്നമാണോ ഭർത്താവ്? പാവമായിരുന്നു. പിന്നെ എപ്പോഴോ അതൊക്കെ അങ്ങ് പോയി. ഞാൻ കുറേ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു. ഞാൻ തോറ്റു. ഇപ്പോൾ മരിക്കാത്തത് കൊണ്ട് ജീവിക്കുന്നു എന്ന് മാത്രം. അത് നമുക്ക് സംസാരിക്കണ്ട, ശരിയാവൂല. അവരുടെ ശബ്ദം ഇടറി. വേണ്ട, സംസാരിക്കണ്ട. നാളെ നേരത്തെ ആ വീട്ടിൽ ചെല്ലുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഞാൻ വിഷയം മാറ്റി. എന്താ? ഞാൻ എന്തായാലും ആ വഴി വരും, ഞാൻ ആക്കിത്തരാം. അത് വേണോ? അവരുടെ ചോദ്യത്തിൽ ഒരു തരം ഭയവും ആകാംക്ഷയും കലർന്നിരുന്നു. വേറൊന്നും വിചാരിക്കണ്ട, വരൂ. എൻ്റെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അതല്ല, ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് മതി. അതാണ് അവരുടെ ആശങ്ക. വേറെ എവിടെ നിന്നെങ്കിലും കയറിക്കോ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരുമിച്ച് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. 30-45 മിനിറ്റോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ കൗതുകം നിറച്ച് കുറേ നേരം സംഭാഷണം നീണ്ടു. എന്തോ എന്തൊക്കെയോ ഉള്ളിൽ വന്നു പോയിക്കൊണ്ടിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനൊരു ചേച്ചിയുമായി ഇത്രയേറെ തുറന്ന് സംസാരിച്ചിട്ടില്ല. ആൻറ്റിമാരെ കെണിയിൽപ്പെടുത്താനുള്ള എൻ്റെ പതിവ് ചിന്തകൾ പോലും ഈ സംഭാഷണത്തിൽ അലിഞ്ഞു പോവുകയായിരുന്നു. അതിനകത്ത് എന്തോ അടിയൊഴുക്കായി ഉണ്ടായിരുന്നെങ്കിലും അതിനപ്പുറം എന്തോ ഒന്ന് എന്നെ വല്ലാതെ ആകർഷിച്ചു. ചേച്ചിയുടെ ഓരോ വാക്കും എൻ്റെ ഞരമ്പുകളിൽ ഒരു പുതിയ ഉണർവ് പടർത്തി. ഉള്ളിൽ ഒരു തീവ്രമായ മോഹം ആളിക്കത്തി. അങ്ങനെ രാവിലെ നല്ല ഉണർവോടും ഒരുതരം അസ്വസ്ഥമായ കാത്തിരിപ്പോടും കൂടി ഞാൻ എണീറ്റ് റെഡിയായി. പതിവില്ലാതെ ഏറ്റവും നന്നായിട്ട് ചേർന്ന ഷർട്ട് നോക്കിയെടുത്തു. അങ്ങനെ ശരീരത്തിൽ കിടക്കുന്നത് നേരിയൊരു സുഖമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. 8:30 ആയപ്പോൾ ഹൃദയമെടുപ്പ് വേഗത്തിലാക്കി ഞാൻ ഇറങ്ങി. ബൈക്ക് എടുക്കും മുമ്പേ ചേച്ചിയെ വിളിച്ചു. ആ സമയത്ത് ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പാലാരി വട്ടത്ത് നിൽക്കാമെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു നേരിയ പ്രതീക്ഷയുടെ തിളക്കം മിന്നി മറിഞ്ഞു. ഒരു കടയുടെ അടയാളം പറഞ്ഞ് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. 15 മിനിറ്റ് കൊണ്ട് ഞാൻ ആ കടയിലെത്തി. എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്ത് നിമിഷങ്ങൾക്കകം ഓട്ടോയുടെ രമ്പൽ കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ചേച്ചി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയെന്ന് എനിക്ക് തോന്നി. എന്നൊരു കടും ചുവപ്പ് ചുരിദാറായിരുന്നു വേഷം. ആ തീവ്രമായ ചുവപ്പ് നിറം അവളുടെ എല്ലാം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഷോൾ ഒരു വശത്തേക്ക് ഒതുക്കിയിരിക്കുന്നു. കഴുത്തിൻ്റെ നേർത്ത അഴകും മറ്റതിൻ്റെ ആ ഉയർച്ചയൊക്കെ തുറന്നു കാട്ടി. നല്ല രസമുണ്ടായിരുന്നു. കുളി കഴിഞ്ഞിട്ടും മുടിയിലെ വെള്ളം ഇറ്റ് വീണ് ആ നനവൊക്കെ പടർത്തിയിരുന്ന് ആ നനഞ്ഞ മുടി ഒതുക്കാനാവാതെ അഴിച്ചിട്ടിട്ടുണ്ട്. കാറ്റിനൊപ്പം പാറി മുഖത്ത് തഴുകുന്നുണ്ട്. ഒരു കറുത്ത വട്ടപ്പെട്ടും കുഞ്ഞു ചിമിക്കിയും ആ ആകർഷകമായ രൂപത്തിന് മാറ്റുകൂട്ടി. ആ കാഴ്ച എന്നിൽ ഒരുതരം പ്രണയം മാത്രമല്ല, അതിലുപരി തീവ്രമായൊരു ആകർഷണം നിറച്ചു. ഓരോ നോട്ടത്തിലും എൻ്റെ ഉള്ളിൽ ഒരു തീവ്രമായ മോഹം ആളിക്കത്തി. ചേച്ചിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം. എൻ്റെ നോട്ടം കണ്ടിട്ടാവണം ചേച്ചി ഒരു നേരിയ പുഞ്ചിരിയോട് ചോദിച്ചു, എന്താടാ ഇങ്ങനെ നോക്കുന്നേന്ന്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചിരി മറച്ചു വെച്ച് പറഞ്ഞു, ഇല്ല, ഇന്നലെ കണ്ടതിലും പ്രായം കുറഞ്ഞ പോലെ. ചേച്ചി ഒന്ന് ചിരിച്ചു. ആ ചിരി എൻ്റെ ഉള്ളിൽ ഒരു മധുരമായ വികാരം നിറച്ചു. പോടാന്ന്, നീ വേഗം വണ്ടി എടുക്ക്. അതല്ല, നീ എനിക്കുള്ള ഹെൽമെറ്റ് എടുത്തോ? പിന്നെ ഞാനൊരു കള്ളച്ചിരിയോടെ ചേച്ചിക്കുള്ള ഹെൽമെറ്റ് എടുത്ത് കൊടുത്തു. അങ്ങനെ ഞാൻ ബൈക്കിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കി. ചേച്ചി ഹെൽമെറ്റ് വെച്ച് ബൈക്കിലേക്ക് കയറിയിരുന്നു. സാധാരണ കയറുന്നതിൽ നിന്നും വിഭിന്നമായി ചേച്ചി എൻ്റെ തോളിൽ നേരിയൊരു സ്പർശനത്തോടെയാണ് കയറിയത്. അത് എൻ്റെ ഉള്ളിൽ ഒരുതരം തീവ്രമായൊരു തിണർത്തി. ആസകലം ഒരു നേർത്ത കുളിര് കോരി. ഓരോ അണുവിലും ചേച്ചിയുടെ സാമീപ്യം അറിയാൻ ഞാൻ കൊതിച്ചു. വണ്ടി ഓടിത്തുടങ്ങിയപ്പോൾ കൈയെടുത്ത് മാറ്റിയെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോഴും കുഴികൾ ചാടുമ്പോഴൊക്കെ ആ കൈ വീണ്ടും എൻ്റെ തോളിൽ പതിഞ്ഞു.
ഓരോ ചെറിയ സ്പർശനങ്ങളും ഞാൻ നന്നായി ആസ്വദിക്കാൻ തുടങ്ങി. ആ മൃദുലമായ സ്പർശനം എൻ്റെ ഞരമ്പുകളിലൂടെ ഒരുതരം ലഹരിയായി തന്നെ പടർന്നു. വണ്ടിയിൽ യാത്രയിലുടനീളം ചേച്ചിയാണ് സംസാരിച്ചത്. നല്ല സന്തോഷത്തോടെ, കുസൃതിയോടെ. കാറ്റടിക്കുന്നത് കൊണ്ട് തന്നെ ചേച്ചി പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ചേച്ചി എൻ്റേത് കൂടുതലിങ്ങനെ ചേർന്നിരിക്കും. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന്, ചെവിയുടെ അടുത്ത് വന്ന് കുറച്ചുകൂടി ശബ്ദത്തിൽ പറയും. ആ മൃദുലമായ അവിടത്തേക്ക് ആ സ്പർശനം എൻ്റെ പുറത്തിങ്ങനെ തട്ടുമ്പോൾ ഒരുതരം വൈദ്യുതി എൻ്റെ നട്ടെല്ലിലൂടെ പാഞ്ഞു. ഓരോ ശ്വാസവും എൻ്റെ കഴുത്തിൽ തട്ടുന്നത് എനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ സാധിച്ചു. ആ അടുപ്പം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കിളിർപ്പുണ്ടാക്കി. ഇന്ന് ഞങ്ങൾ വിചാരിച്ചതുപോലെ റോഡിൽ തിരക്കില്ലായിരുന്നു. 9 മണിക്ക് മുന്നേ ചേച്ചി ഇറക്കേണ്ട സ്ഥലത്തെത്താറായി. എത്താറായല്ലോ ചേച്ചി. അതെ, ഇന്ന് റോഡിൽ തിരക്കുമില്ല. അപ്പോൾ എനിക്കൊരു വിരുദ്ധനാശയം തോന്നി. ഞാൻ ചോദിച്ചു, രാവിലെ വല്ലതും കഴിച്ചോ? ചോറ് കഴിച്ചു. ഒരു ചായ കുടിച്ചാലോ? നീ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. ഞാൻ കള്ളം പറഞ്ഞു. ചേച്ചിയുടെ ഒപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്നില്ലേ? അപ്പോൾ പിന്നെ കള്ളങ്ങളൊന്നും കാര്യമല്ല അല്ലേ? കുറച്ച് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി സമ്മതിച്ചു. അങ്ങനെ ഞാൻ വലിയ തിരക്കില്ലാത്തൊരു ബേക്കറി നോക്കി. രാവിലെ ആയതുകൊണ്ട് എല്ലായിടത്തും തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നടന്നപ്പോഴാണ് ഒരു കഫേ കണ്ടത്. കുറച്ച് പൈസ അധികമാക്കുമെങ്കിലും ഞാൻ വണ്ടി അങ്ങോട്ടെടുത്തു. ചേച്ചിയോടൊപ്പം ഒരു സ്വകാര്യ നിമിഷം ലഭിക്കുമല്ലോ എന്ന ചിന്തയിൽ എൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചു. ഇവിടെയൊക്കെ ഒരുപാട് കാശാകുമല്ലോ. നിനക്ക് ചെറിയ കടയിൽ നിന്ന് ചായ കുടിച്ചാൽ പോയാൽ പോരെ? നല്ല ചായ, കുടിച്ചു നോക്ക് ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ ചേച്ചിയെ കഫേയുടെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. എൻ്റെ കണ്ണുകൾ ചേച്ചിയുടെ മുഖത്തെ ഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഫേയിൽ കയറിയിരുന്നു. 2 കോഫിയും ഒരു സ്നാക്കും ഓർഡർ ചെയ്ത്. കഫേയിൽ മങ്ങിയ വെളിച്ചം അത് ചേച്ചിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി. നേർത്ത വിരലുകൾ. ആ വിരലുകളുമായി കോർക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവളുടെ ചെറിയ കൈപ്പത്തി എൻ്റെ കൈകളിൽ ഒതുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. മുഖം നോക്കി സംസാരിക്കുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ? ചേച്ചിയുടെ മുഖത്ത് മാറി മറിയുന്ന ഭാവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ പതിഞ്ഞു. ആ ചിരി കാണാൻ വളരെയധികം മനോഹരമാണ്. എനിക്കാണെങ്കിൽ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊരു തരം പ്രണയം ചേച്ചിയോട് തോന്നിത്തുടങ്ങിയിരുന്നു. അതോടൊപ്പം അതിലുപരി എന്തോ ഒന്ന്. ചേച്ചിയുടെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ കണ്ണുകൾ അറിയാതെ പാറി വീണു. ഒരു നിമിഷം അവയെല്ലാം എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ കൈകളിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്നതായി എനിക്ക് തോന്നി. ഒരു കാര്യം പറഞ്ഞാൽ മോശമായിട്ടെടുക്കോ? ഞാൻ പതിയെ ചോദിച്ചു. ഇല്ല. നിങ്ങൾ സാരിയിലാണ് ഭംഗി. അതെന്താ, ഇത് കൊള്ളില്ലേ? കൊള്ളാത്തത് കൊണ്ടല്ല, എന്നാലും ഭംഗി സാരി എടുക്കുമ്പോഴാണ്. എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാതെ പുറത്തു വരികയാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. ഓരോ വാക്കും എൻ്റെ ഉള്ളിലെ മോഹങ്ങളെയാണ് പ്രതിഫലിപ്പിച്ചത്. എനിക്ക് സാരിയൊക്കെ എടുക്കാനാണ് ഇഷ്ടം. ഞാൻ നല്ലപോലെ സാരി ഉടുക്കുകയും ചെയ്യും. പക്ഷേ അതിനോടൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല. ഒരു നല്ല സാരി വാങ്ങിയിട്ട് തന്നെ കാലം കുറേയായി. ഞാൻ അറിയാതെ ചേച്ചിയോട് ചോദിച്ചു പോയി, ഞാനൊരു സാരി വാങ്ങിത്തന്ന ചേച്ചി മേടിക്കുമോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ കൊച്ചേ? നീ എനിക്ക് എന്തിനാ സാരി മേടിച്ചിരുന്നേ? വെറുതെ കാശ് കളയാൻ. ഇനി ഞാൻ സാരി എടുത്ത് ഞാൻ എവിടെ പോവാനാ? എവിടെയും പോവണ്ട, എനിക്ക് കാണാമല്ലോ. ചേച്ചിയെ സാരി കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലോ? എൻ്റെ മറുപടി ചേച്ചി എവിടെയോ സ്പർശിച്ചു. കുറച്ചു നേരത്തേക്ക് നിശബ്ദത തളം കെട്ടി നിന്നു. കുറച്ചു നേരം ചേച്ചി എൻ്റെ മുഖത്തേക്ക് തുറച്ചു നോക്കി. ആ നോട്ടം എന്നെ ഒരുതരം ഭയത്തിലാഴ്ത്തിയെങ്കിലും ഞാൻ എല്ലാം തുറന്നു പറയാൻ തയ്യാറായി. ചേച്ചിയുടെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ ഉള്ളിലെ മോഹങ്ങളെ ഞാൻ അറിയാതെ പുറത്തുവിട്ടു. കുറച്ചു നേരത്തേക്ക് ഞങ്ങളൊന്നും മിണ്ടിയില്ല. കോഫിയൊക്കെ കുടിച്ചു തീർന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. പറഞ്ഞത് മോശമായി പോയോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അപ്പോഴാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ചേച്ചി സംസാരിച്ചു തുടങ്ങിയത്. നമ്മുടെ കണ്ണുമുട്ടൽ എന്തോ പ്രത്യേകതകളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആരോടും ഇങ്ങനെ മിണ്ടാറില്ല, അടുക്കാറുമില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നത് എനിക്കെന്നെ ഒരു അത്ഭുതമായി തോന്നുന്നു. ഇന്നലെ ബൈക്കിൽ കയറിയത് തന്നെ മോൻ്റെയൊക്കെ പ്രായമാകുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നിൻ്റെ സംസാരം,
നിൻ്റെ പെരുമാറ്റമൊക്കെ വളരെ പക്വത നിറഞ്ഞതാ. മാത്രമല്ല ഒരാളുടെ സാന്നിധ്യം കൊണ്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആകെ കോരിത്തരിച്ചു. എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ചേച്ചി എന്നോട് പറഞ്ഞത്. ഞാൻ എങ്ങനെ ഇത് പറയുമെന്ന് അറിയാതിരിക്കുകയായിരുന്നു ചേച്ചി. എനിക്കിന്നലെ ചേച്ചിയെ അവിടെ ആക്കി വന്നപ്പോൾ വീണ്ടും കാണണം, സംസാരിക്കണമെന്ന് തോന്നി. അതാ ഞാൻ വന്നേ. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾ പരിചയ ഒരാളുടെ കൂടെ സമയം ചിലവാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അപ്പോഴാണ് ഞാൻ സമയം നോക്കിയത്. സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. സമയം നോക്കുമ്പോൾ 9:30 കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ വേഗം ബില്ലടിച്ച് ബൈക്കൊക്കെ എടുത്ത് ചേച്ചി അവിടെയാക്കി. ഇറങ്ങാൻ നേരം ഞാൻ ചോദിച്ചു, എൻ്റെ ആഗ്രഹം നടക്കുമോ? നല്ല സാരിയൊക്കെ എടുത്ത് ഒന്ന് ഒരുങ്ങി കാണാൻ പറ്റുമോ? നടന്നു തുടങ്ങിയ ചേച്ചിയെ എന്നെ നോക്കി മനോഹരമായ ചിരി പാസ്സാക്കിയിട്ട് കാണിച്ചു തരാം, സമയമാവട്ടെ എന്ന് പറഞ്ഞ് നടന്നു. ആ നടത്തം എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വികാരത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ വലിച്ചിട്ടു. ആ ചുമന്ന ചുരിദാറിൽ ചേച്ചി നടന്നു മറയുന്നത് നോക്കി ഞാൻ അവിടെ നിന്നു. അടുത്ത കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള തീവ്രമായ മോഹങ്ങൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു. സാരിയിൽ അവളെ കാണാനുള്ള എൻ്റെ ആഗ്രഹം ഒരു തീയായി എൻ്റെ ഉള്ളിൽ ആളിക്കത്തി. അന്ന് ഞാൻ ഓഫീസിലിരുന്നത് എന്നെ തന്നെ അതിശയിപ്പിക്കുന്നൊരു സന്തോഷത്തിലായിരുന്നു. എൻ്റെ മുഖത്തെ തിളക്കം കണ്ടിട്ടാവണം കൂടെയുള്ളവരെല്ലാം അതിൻ്റെ കാരണം തിരക്കി. എന്നാൽ എൻ്റെ ഉള്ളിലെ ആഹ്ലാദത്തിൻ്റെ ഉറവിടം പറയാൻ പറ്റുന്നതായിരുന്നില്ലല്ലോ. ഓരോ നിമിഷവും എൻ്റെ ചിന്തകളിൽ ചേച്ചി നിറഞ്ഞു നിന്നു. രാവിലെ ആ ബൈക്ക് യാത്രയിലെ ചേച്ചിയുടെ അടുപ്പം ഒരു തണുത്ത തീയ എന്നിൽ പടർന്നിരുന്നു. അപ്പോഴാ ഓഫീസിലെ പെൺകുട്ടികൾ സെറ്റ് മുണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടത്. എന്താ പരിപാടി? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. നാളെ കേരളപ്പിറവിയാണ്, എല്ലാവരും സെറ്റ് മുണ്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്, അവർ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടതും എൻ്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു ചിന്ത കടന്നുപോയി. ചേച്ചി ഒരു സെറ്റ് മുണ്ടിൽ, ആ കാഴ്ച അതൊരു പ്രത്യേക ഉണർവുണ്ടാക്കി എന്നിൽ. ഒന്നും ആലോചിക്കാതെ ഞാൻ ചേച്ചിയെ വിളിച്ചു. ഹലോ ചേച്ചി, ഞാൻ പറഞ്ഞു. പറയടാ. മറുതലയ്ക്കൽ ചേച്ചിയുടെ പതിഞ്ഞ ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു മധുരമായ വിറയലുണ്ടായി. നാളെ കേരളപ്പിറവിയാ, ഞാനൊരു ആമുഖം പോലെ പറഞ്ഞു. അതിനെന്താ? ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ല. നാളെ എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുക്കുന്നുണ്ട്, ഞാൻ പതിയെ സൂചിപ്പിച്ചു. അപ്പോൾ ചേച്ചിക്കൊന്നും അറിയാത്ത പോലെ, നാളെ ചേച്ചി സെറ്റ് മുണ്ട് എടുക്കുമോ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ ഉള്ളിലെ ആഗ്രഹം ആ ചിരിയിൽ ഒളിപ്പിക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. എടാ ചെക്ക, നിനക്ക് വട്ടായോ? ചേച്ചി ചിരിച്ചു. ആ ചിരിയിൽ ഒരു നേരിയ കൗതുകം ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാവരും എടുക്കുമല്ലോ, പിന്നെന്താ? ഞാൻ വിടാൻ പാവമല്ലായിരുന്നു. ചേച്ചിയെ ആ വേഷത്തിൽ സങ്കല്പിക്കുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് കൂടി. ഞാൻ അങ്ങനെയൊന്നും എടുക്കാറില്ലടാ. ചേച്ചിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ചേച്ചി പറഞ്ഞത് ഇതൊക്കെ ഉടുക്കുന്നത് ഇഷ്ടമാണെന്നല്ലേ? ഞാൻ പ്രലോഭിപ്പിച്ചു. ചേച്ചിയുടെ പഴയ വാക്കുകൾ ചേച്ചി ഓർമ്മിപ്പിച്ചത് ഒരടവായിരുന്നു. അതൊക്കെ പണ്ടല്ലേടാ, നാളെ എടുക്കുമോ? നമുക്കിഷ്ടപ്പെടുന്നതൊക്കെ ചെയ്താലല്ലേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമൊക്കെ ഉണ്ടാകൂ. അതല്ലാതെ ഒരു നല്ല കാലം വരാൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് എന്തർത്ഥമോ? ഞാൻ വീണ്ടും നിർബന്ധിച്ചു. എൻ്റെ സ്വരത്തിൽ ഒരുതരം യാചന ഉണ്ടായിരിക്കണം. എൻ്റെ കയ്യിൽ അതിനുള്ള സെറ്റൊന്നുമില്ല. പിന്നെങ്ങനെയാ? ചേച്ചി പതിയെ വഴങ്ങുന്ന ലക്ഷണം കാണിച്ചു. ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ തിരിതെളിയിച്ചു. ഒടുക്കുമെങ്കിൽ ഞാൻ വാങ്ങാം, ഞാൻ ഒരു ഒഴുക്കം മട്ടി പറഞ്ഞു. ഉള്ളിൽ ഒരുതരം വിജയ ചിരിയായിരുന്നു. എടച്ചക്ക, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിളിക്കാൻ ഞാൻ ബൈ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ആ സന്തോഷത്തിൽ ഞാൻ ഓഫീസിൽ അറിയാതെ ഉറക്കെ ചിരിച്ചു പോയി. പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ ഒരു സെറ്റ് മുണ്ട് എങ്ങനെ ഒപ്പിക്കും എന്നതിലായി. പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ഓഫീസിൽ എൻ്റെ അടുത്ത സുഹൃത്തായ അമലയോട് ഉച്ചയ്ക്ക് കടയിൽ പോകാമെന്ന് ചോദിച്ച്. ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാന്നൊക്കെ പറഞ്ഞ് കാര്യം ധരിപ്പിച്ചു. അവൾ വരാമെന്ന് സമ്മതിച്ചു. അപ്പോഴാണ് അവൾ ചോദിച്ചത്, എടാ സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ ആണെങ്കിൽ ബ്ലൗസ് ഉണ്ടാവുമോ? അതെങ്ങനാ? ചേച്ചിയോട് ചോദിക്കുന്നായി എൻ്റെ ചിന്ത. ചേച്ചിയുടെ ബ്ലൗസിനെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും എന്നെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അങ്ങനെ ചോദിച്ചാൽ ചേച്ചി സമ്മതിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എങ്കിലും അവരുടെ അളവുകൾ എൻ്റെ മനസ്സിൽ ഒരു കണക്ക് കൂട്ടലായി തങ്ങി നിന്നു. ഞാനും അവളും കൂടി ഉച്ചയ്ക്ക് സെറ്റ് സാരിയോ സെറ്റ് മുണ്ടോ വാങ്ങാനായി പോയി.
കടും പച്ച ബോർഡർ വരുന്നൊരു സെറ്റ് സാരിയും അതിന് ചേരുന്ന ബ്ലൗസിൻ്റെ തുണിയും ഞങ്ങൾ വാങ്ങി. ആ സാരി അവളുടെ ഇതിലിങ്ങനെ പൊരിഞ്ഞു കിടക്കുന്നതും ബ്ലൗസ് അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുമെന്നും ഞാൻ മനസ്സിലിങ്ങനെ സങ്കല്പിച്ചു. ഒരു നേർത്ത ലഹരി എന്നെ ആക്കിങ്ങനെ പൊതിഞ്ഞു. ഇതൊക്കെ വാങ്ങുമ്പോൾ ഞാൻ പ്രണയിക്കുന്ന ആർക്കോ വേണ്ടി വാങ്ങുന്നൊരു ഫീലായിരുന്നു എനിക്ക്. ഓരോ തിരഞ്ഞെടുപ്പിലും ചേച്ചിയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. ആ സെറ്റ് സാരിയിൽ ചേച്ചിയെ കാണാനുള്ള എൻ്റെ ആഗ്രഹം ഒരു ദാഹമായി മാറിയിരുന്നു. അപ്പോഴാണ് അമല എന്നോട് പറഞ്ഞത്, എടാ മാച്ചിങ് വളയും കമ്മലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കുന്നു. ചേച്ചിക്കല്ലേ സന്തോഷമാവും. അപ്പോൾ വീണ്ടും എൻ്റെ മനസ്സിൽ ലഡ് പൊട്ടി. നല്ലൊരു മാലയും തൂക്കമുള്ള കമ്മലും ഇട്ടാൽ ചേച്ചിയുടെ സൗന്ദര്യം ഇരട്ടിയാകുമെന്ന് ഞാൻ സങ്കല്പിച്ചു. ഞങ്ങൾ അതിന് പറ്റിയ കടയിൽ പോയി അതും കൂടെ അങ്ങ് വാങ്ങി. അപ്പോഴാണ് ഞാൻ കടയിൽ സ്വർണം പൂശിയ പാദസരം കണ്ടത്. ഞാൻ ഒന്നും നോക്കിയില്ല, അതും വാങ്ങി. ചേച്ചിയുടെ ആ പാദങ്ങളിൽ ആ പാദസരം ഇഴക്കി ചേർന്ന് കിടക്കുന്നത് കാണാൻ ഒരു അക്ഷമനായി ഞാൻ നിന്നു. പിന്നീടുള്ള ഓരോ നിമിഷവും എൻ്റെ മനസ്സിൽ നാളെയായിരുന്നു. അവൾക്ക് ഈ സമ്മാനങ്ങൾ എങ്ങനെ നൽകും? അത് ചേച്ചി എങ്ങനെ സ്വീകരിക്കും? നാളെ കേരളപ്രവചനത്തിൽ ആ സെറ്റ് സാരിയിൽ ചേച്ചിയെ ഞാൻ കാണുമോ? എൻ്റെ ഹൃദയം ഒരു കാർമേഘം പോലെ പ്രതീക്ഷകളും ഭയങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു. അധികം ഇതിലങ്ങനൊന്നുമില്ല. പക്ഷേ ഇതിലെ റെസ്പോൺസ് നോക്കിയിട്ട് ഞാനിതിൻ്റെ രണ്ടാം ഭാഗം അടുത്തതിൽ അറിയിക്കാം. അതിൽ നല്ല രീതിക്കൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടെയൊക്കെ പച്ചക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടോ. നമ്മുടെ സൈറ്റിൽ നല്ല രീതിക്കുണ്ട്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിനേക്കാളും നല്ല രീതിക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കഥയായിട്ട് കാണുന്ന വരെ ബൈ.